സമുദ്രനിരപ്പിൽ നിന്നും 6600 അടി ഉയരത്തിൽ കിടക്കുന്ന അതിവിശിഷ്ടമായ പ്രകൃതിയും കാലാവസ്ഥയും ഒത്തിണങ്ങിയ സ്വപ്നഭൂമിയാണ് കാന്തല്ലൂർ. കേരളത്തിന്റെ പഴത്തോട്ടം എന്ന് ഈ നാടിനെ വിളിക്കുന്നതാണ് കൂടുതൽ ഉചിതം. ചന്ദനത്തിനും കരിമ്പിനും ശർക്കരയ്ക്കും പേര് കേൾപ്പിച്ച മറയൂരിൽ നിന്നും ചെങ്കുത്തായ പല കുന്നുകളെയും വലം വെച്ച് 38 കിലോമീറ്റർ താണ്ടി എത്തുന്നത് കാന്തല്ലൂർ എന്ന ഗ്രാമത്തിലാണ്. പച്ചക്കറി എന്നു കേട്ടാൽ എന്തുകൊണ്ടോ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് തമിഴ്നാടിൻ്റെയോ ആന്ധ്രയുടെയോ ഭൂപ്രകൃതിയാണ്. മടി പിടിച്ച മലയാളിക്ക് കൃഷിനിലങ്ങൾ എന്നോ അദൃശ്യമായി തീർന്നതുപോലെ. എന്നാൽ കൊച്ചിയിലെയും ആലുവയിലെയും വിപണികളിൽ കൊതിപ്പിക്കുന്ന നിറപ്പൊലിമയോടെ അവതരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ഊരായ കാന്തല്ലൂരിലെ ആപ്പിളും സബർജില്ലും ആത്തക്കായും പിച്ചീസുമൊക്കെയാണ്. പ്രകൃതി രമണീയതയാൽ അനുഗ്രഹീതമാണ് കാന്തല്ലൂർ. തൊട്ടപ്പുറത്ത് ചിന്നാർ വനമേഖല, ഇപ്പുറത്ത് മൂന്നാറിൻ്റെ സമ്പർക്കം. എങ്കിലും മലയാളികളിൽ നിന്ന് മാനസികമായി ഒറ്റപ്പെട്ടു നിൽക്കാനാണ് കാന്തല്ലൂർക്കാർക്കിഷ്ടമെന്ന് തോന്നും അവിടെ ചെന്നാൽ. ഉടുപ്പിലും നടപ്പിലും ഭാഷയിലുമെല്ലാം ഇത്തിരി തമിഴ് ചന്തം. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി വന്നവരാണ് അധികവും. കാലാവസ്ഥയിൽ കൊടൈക്കനാലിനോടും ഊട്ടിയോടുമാണ് കാന്തല്ലൂരിന് ഏറെ അടുപ്പം. അതുകൊണ്ട് തന്നെ ശീതകാല പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും ഇവിടെ സമൃദ്ധമായി വിളയുന്നു. ഉചിതമായ കാലാവസ്ഥയും വളക്കൂറുള്ള മണ്ണും പഴവർഗ്ഗങ്ങൾക്ക് സ്വീകാര്യമായ സാഹചര്യമൊരുക്കുന്നു. ജൂൺ തൊട്ട് ഡിസംബർ വരെ നിർത്താതെ പെയ്യുന്നതാണ് ഇവിടുത്തെ മഴ. ഇവിടെ പെയ്യുന്ന മഴയ്ക്കും ഇവിടെ വളരുന്ന മരങ്ങൾക്കുമെല്ലാം അല്പം വൈദേശിക ചുവയുണ്ട്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തും രണ്ടാം ലോക മഹായുദ്ധകാലത്തുമൊക്കെ ഇവിടെ അന്യനാട്ടുകാർ കടന്നു വന്നിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ തമിഴനും വിദേശിയും ഇവിടത്തെ അതിഥികളായി. മൂന്നാർ മേഖലയിൽ ചുവടുറപ്പിച്ച വിദേശികളുടെ ശൈലികൾ സംസ്കാരത്തിൽ മാത്രമല്ല കൃഷിത്തോട്ടം എന്ന ആശയത്തിലേക്കും നമ്മെ എത്തിച്ചു. ഹരിതകമ്പളമായ തേയിലത്തോട്ടങ്ങൾ നാം ഓർക്കുക. ശാസ്ത്രീയമായ കൃഷിരീതികൾ പരീക്ഷിക്കാനും പ്രാവർത്തികമാക്കാനും വിപുലമായ കൃഷിസ്ഥലങ്ങൾ അവസരമൊരുക്കി. കാന്തല്ലൂരിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടതാണ് സബർജില്ലും ആപ്പിളും മാതള നാരകവുമൊക്കെ. പലർക്കും ആദ്യം ഒരു ചെടി അല്ലെങ്കിൽ 4-5 ചെടി മാത്രമാണ് ഉണ്ടായിരുന്നത്. അവയുടെ വർദ്ധിച്ച കായ്ഫലവും രുചിയും വിപണിയിലെ വിലയും പലരെയും ഇരുത്തി ചിന്തിപ്പിച്ചു. എന്തുകൊണ്ട് തങ്ങൾക്കും ഇവ ഒരു തോട്ടമാക്കിക്കൂടാ? അങ്ങനെയാണ് കാന്തല്ലൂർ പഞ്ചായത്തിലെ 10 വാർഡുകളിലും സമീപ പ്രദേശങ്ങളിലും പഴത്തോട്ടങ്ങൾ വ്യാപകമായത്. 1975 കാന്തല്ലൂർ വന്നത്. അതിനു മുമ്പ് ഞാൻ കൊടൈക്കനാലിലെ യൂണിവേഴ്സിറ്റി ഫാമിൽ ഒന്ന് ജോലി. അവിടെ 147 വെറൈറ്റീസ് ആപ്പിൾ ഉണ്ട്. ഞാൻ വന്നപ്പോൾ ഒരു 3 തൈ അവിടുന്ന് ഇവിടെ സാമ്പിളായിട്ട് കൊണ്ടുവന്ന് ഇവിടെ നട്ട് ഞങ്ങൾ ഒരു 3-4 വർഷമാകുമ്പോൾ നല്ല ഈൽഡായിരുന്നു. അപ്പോൾ അതിന് പിന്നെ ആപ്പിൾ ഇവിടെ ശരിക്കും ഉണ്ടാകുമെന്ന് കണക്കാക്കി നമ്മൾ കുറേ തൈ ഇവിടെ ആവശ്യക്കാർക്ക് കൊണ്ടു കൊടുത്തു. അപ്പോൾ കൊടുക്കുമ്പോൾ അവർക്ക് നടേണ്ട വിധം എങ്ങനെയാണ് നടണം, അപ്പോൾ നടുമ്പോൾ എന്നാ വളം ചെയ്യണം എന്നുള്ളതൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്ത് നട്ടപ്പോൾ നല്ല ഈൽഡായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ടൂറിസം വികസന പ്രവർത്തനങ്ങൾ കാലക്രമേണ ഈ കർഷകരെ രക്ഷിച്ചു എന്ന് വേണം പറയാൻ. ഇന്ന് ഇവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മറ്റൊരു വിപണി അന്വേഷിച്ചു പോകേണ്ട. തോട്ടത്തിൽ വച്ച് തന്നെ അവ വിറ്റുപോകുന്നു. ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം നുകരാനെത്തിയ വിദേശികളായിരിക്കും മിക്കപ്പോഴും ഉപഭോക്താക്കൾ. മാർക്കറ്റ് ഇവിടെ തന്നെ ഇപ്പോൾ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. കാരണം ഇവിടെ തന്നെ ചിലവാക്കാം, നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യമില്ല.